ഇന്ന് ഞാനിവിടെ ചെയ്യണത് ഒരു നാടൻ റെസിപ്പിയാണ്, മീൻ പീര വറ്റിച്ചത്. ഇത് ഞാൻ കൊഴുവ മീൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. ഇത് ചാള, ചെറിയ ചാള, നെത്തോലി, അങ്ങനെ ചെറിയ ഏത് മീൻ വെച്ചിട്ടായാലും ഈ പീര വറ്റിച്ച് വയ്ക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് മീൻ പീര വറ്റിച്ചത് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യണം. ഞാൻ കൊഴുവയാണ് എടുത്തു വെച്ചേക്കുന്നത്. കൊഴുവ ഞാനിവിടെ 250 ഗ്രാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ലോണം ക്ലീനാക്കി കല്ലുപ്പും കുടംപുളിയും ചേർത്തിട്ട്, കുടംപുളിയുടെ വെള്ളവും ചേർത്തിട്ട് നല്ലോണം ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുടംപുളി വെള്ളവും കല്ലുപ്പും ചേർത്ത് ഇങ്ങനെ ക്ലീൻ ആക്കുമ്പോൾ അതിൻ്റെ ഒരു വഴുവഴുപ്പും അതിൻ്റെ ഒരു ഉളുമ്പുമാണെന്ന് പറയും ഇവിടെ, അതും പോവാനായിട്ട് നല്ലതാണ് ഇങ്ങനെ ചെയ്യണത്. പിന്നെ ചെറിയുള്ളി ഒരു 20 എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. ഇഞ്ചി, ചെറിയ കഷ്ണം ഇഞ്ചി. പച്ചമുളക് 5 എണ്ണം. പിന്നെ വേപ്പില. ഇഞ്ചിയും ഉള്ളിയും 4 പച്ചമുളകും കൂടി നല്ലോണം ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ അധികം ചതയണ്ട, പേസ്റ്റ് ആക്കൊന്നും വേണ്ട, വെറുതെ ഒന്ന് ചതച്ചെടുത്താൽ മതി. മൂന്നല്ലി കുടംപുളി ഞാനിവിടെ 1 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ടിട്ട് വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ചട്ടിയിലേക്ക് ഈ കുടംപുളി വെള്ളം കൂടി ചേർക്കാം. പിന്നെ നമ്മൾ കഴുകി ക്ലീൻ ആക്കിയ മീനും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഉള്ളി ചതച്ചതും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തേങ്ങയും കൂടി ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും, 1 ടീസ്പൂൺ മുളക് പൊടിയും, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ബാക്കിയുള്ള പച്ചമുളകും വേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇത് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് സ്റ്റൗവിൽ വേവിക്കാം. അപ്പോൾ നമ്മൾ ഈ കുടംപുളിയിലുള്ള വെള്ളം മാത്രം നമ്മളിൽ ചേർത്തിട്ടുള്ളൂ. മീനിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. മീനിൽ ഇത് തിളച്ച് വരുമ്പോൾ ഇത് മീനിൽ നിന്ന് വെള്ളം വരും. നമുക്ക് കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് കൂടുതൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അത് കുറേ ഉടഞ്ഞു പോകും. അപ്പോൾ നമ്മൾ വെള്ളം വറ്റിക്കാനൊക്കെ നോക്കുമ്പോൾ മീൻ ഉടയാൻ സാധ്യതയുണ്ട്. അത് പെട്ടെന്ന് കനം കുറവുള്ള മീനായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേവണ മീനാണ്. ഇപ്പോൾ ഏകദേശം ഇത് വെള്ളം വന്നു തുടങ്ങിയിട്ടുണ്ട് മീനിൽ നിന്ന്. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇപ്പൊ 2 മിനിറ്റ് നമ്മളിത് മൂടി വെച്ചിട്ടുള്ളൂ. അപ്പൊ അതേ തുറന്നു നോക്കിയപ്പോ ഇത് ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. ഇപ്പൊ കുറച്ചുകൂടി വെള്ളം ഒന്ന് വറ്റാനുണ്ട്. ഇതില് നമുക്കിത് ഉടഞ്ഞു പോവാണ്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ വെള്ളമൊക്കെ വറ്റി പാകമായിട്ടുണ്ട്. ഉപ്പ് ഞാൻ നോക്കിയപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഓഫാക്കി. ഇപ്പോൾ ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി മീൻ വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പും എല്ലാതും കറക്റ്റായി മീൻ വറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ കുറച്ച് ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വേപ്പിലയും കൂടി ചേർക്കാം. ഇപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ മീൻ പീര വറ്റിച്ചത് റെഡി. ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. ഇവിടുത്തെ അമ്മ ഉണ്ടാക്കാറുള്ള, ഇവിടുത്തെ ഞങ്ങളുടെ അമ്മ, ബാബയുടെ അമ്മ ഉണ്ടാക്കാറുള്ള ഒരു കറിയാണിത്. ഞാൻ അമ്മ ഉണ്ടാക്കണ പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കിയത്.
അപ്പോൾ അമ്മ ഉണ്ടാക്കാറുള്ള ഈ മീൻ പീര വറ്റിച്ചത് നിങ്ങളും ഉണ്ടാക്കി നോക്കണം. ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കണം. പിന്നെ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ കമൻസ് ഇടണം. അപ്പോൾ ഈ മീൻ പീര വറ്റിച്ചത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.